അപ്പോൾ ആർക്കൊക്കെയോ ഇത് സമാധി തന്നെയാണ്, കുടുംബം പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് ഈ കാണുന്നത്. അങ്ങനെ വരുത്തി തീർത്താൽ മാത്രമേ നാളെ ഗോപൻ സ്വാമി ഒരു ദൈവമായിട്ട് അവരോധിക്കപ്പെടുകയുള്ളൂ, അവിടെ ഒരു അമ്പലം വരുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ദേവ്സ് ടോക്സ്. അങ്ങനെ വീണ്ടും ഗോപൻ സ്വാമി വാർത്തകൾ ഇടം പിടിക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഗോപൻ സ്വാമിയുടെ വാർത്ത അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാതെ ചിരി വരും. ഇന്നിപ്പോൾ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വന്നിരുന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അത് മരണകാരണമല്ല, ഇതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ, പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. നിലവിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ട്, ചതവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ സമ്മതിക്കുന്നില്ല, വീട്ടുകാരും സമ്മതിക്കുന്നില്ല. അതൊക്കെ പണ്ട് മറ്റേ ചുമടെടുക്കാൻ പോയപ്പോൾ ഉണ്ടായ ചതവുകളാണ്, മുറിവുകളാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഗോപൻ സ്വാമിയുടെ കുടുംബം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് രണ്ട് വ്യക്തികൾ, അവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ പലപ്പോഴും തടയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഇത് ഒരു സ്വാഭാവിക മരണമാണോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വാർത്ത കാണുമ്പോഴൊക്കെ പേഴ്സണലി എന്നെ ചിന്തിപ്പിച്ച ചോദ്യമാണ്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പത്രസമ്മേളനത്തിനകത്തുള്ള പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു 18ാമത്തെ ലൈൻ, സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനുലർ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. മുകളിലെ കൺഫ്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ്. അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടികൾ പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനുലസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽ ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. സമാധി ആയതുകൊണ്ടാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്, അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ. അതായത് പുറമെ ചുരുക്കി പറഞ്ഞാൽ കുടുംബം പറഞ്ഞതുപോലെ സമാധി ആയത് തന്നെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അതിന് വേണ്ടി ഒരു പത്രസമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇതിനകത്ത് മുറിവുകളുണ്ടെന്ന് പറയുന്നു. ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇവർ കിടന്ന് ബബ്ബ അടിക്കുകയാണ്. അത് പണ്ടുണ്ടായതാണ്, ഈ ചുമടെടുക്കാൻ പോയപ്പോൾ ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മുറിവുണ്ട്, ചതവുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ മറുപടി എന്ന് പറയുന്നത് ചുമടെടുക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയപ്പോഴോ ഉണ്ടായതാണെന്നാണ്. എന്തൊക്കെയോ എവിടേക്കോ പൊരുത്തക്കേടുകളുണ്ട് ഇവരുടെയൊക്കെ സംസാരങ്ങളിൽ. പലപ്പോഴും അമ്മേനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നൊരു പോസ്റ്റൊന്നുമില്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 പാരഗ്രാഫ് പറഞ്ഞത്. ആ കാര്യമാണ് അല്ല, അതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത്? ഇല്ല ഇല്ല ഇല്ല, അതാണ് നമ്മൾ പറയുന്നത്. അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല. കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. മെഡിക്കൽ ഫീൽഡിൽ ഈ സമാധി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ഈ റിപ്പോർട്ടർ ചോദിച്ച പോലെ എനിക്ക് എൻ്റെ സംശയമാണ്. കാരണം ഡോക്ടേഴ്സായി സമാധി എന്ന് പറയുന്ന സംഭവത്തിനോട് അനുകൂലിക്കുമോ? അങ്ങനെ അനുകൂലിക്കുമായിരുന്നുവെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതല്ലേ? അത് ഇവർക്ക് ഇതുവരെയും കിട്ടിയിട്ടുമില്ല. അല്ല, അദ്ദേഹം സമാധിയായി നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ കുഞ്ഞാണെങ്കിലും അവിടെ പൊളിഞ്ഞു. ഈ കൂടിയിരിക്കുന്ന ആൾ പറയാണ് അദ്ദേഹം നിത്യപൂജയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും നടന്ന് വരുമല്ലോ, അതിപ്പോൾ നടക്കാൻ പറ്റിയില്ലെങ്കിലും വടികുത്തിയാണെങ്കിലും വരുമല്ലോ. അപ്പോൾ കുടുംബം പറയാണ് വടികുത്തി നടന്നിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ എവിടെയാണ് വ്യക്തത ഉള്ളത്? എന്തിനാണ് ഈ പ്രസ്സുകാരെ വിളിച്ചിട്ട്, ന്യൂസുകാരെ വിളിച്ചിട്ട് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട്. അല്ല, എല്ലാ ദിവസവും സമാധി പോവോ? അച്ഛൻ നിത്യപൂജ കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ഇനി അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായം അനുസരിച്ചുള്ള പിന്നെ ഇതൊക്കെ ഉള്ളൂ. എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല, അമ്മച്ചാണെന്ന് എനിക്കറിയില്ലേ. പ്രായമുള്ളൊരു അമ്മയാണ്, നമ്മൾ കളിയാക്കാൻ പാടില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ അമ്മേനെ വിളിച്ചൊന്ന് ശരിക്കും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. പലപ്പോഴും ഈ അമ്മേനെ സംസാരിക്കാൻ സമ്മതിക്കില്ല, കാരണം അവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വിടുവായത്തരം പുറത്ത് വരുമോ എന്ന് ഈ മക്കൾ പേടിക്കുന്നുണ്ട്. ഈ മക്കളുടെ ഒരു പെരുമാറ്റം വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ള ആ അമ്മേനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. മക്കൾ മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ആ മനുഷ്യനും അതിന് സമ്മതിക്കുന്നില്ല. പല ന്യൂസ് ചാനലിലെ വാർത്തകൾ കാണുമ്പോഴും ഇവരുടെ പ്രസ് മീറ്റ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. കൂടെ ഇരിക്കുന്ന ആ ആൾ പോലും ഓക്കെ എന്ന് പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഇവർ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അതൊന്നും ഇതിന് ശിവനെ കൈലാസോടാ ഈ സത്യസന്ധത ബാക്കിൽ ഒരിക്കലുമില്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനും ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കാൻ. ഇനി ഒരു അസുഖവും ഇല്ലാതിരുന്നൊരു വ്യക്തി, പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് കണ്ണിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇരുന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന ഒരു വാർത്ത ഇതാണ്: നെയ്യാറ്റിൻകര ഗോപന് നിരവധി അസുഖങ്ങൾ, ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഇങ്ങനൊരു വാർത്തയാണ് 24 ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ അമ്മ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഒരു അസുഖം അദ്ദേഹത്തിനില്ല, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു, പിന്നെ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്. അന്ന് പറഞ്ഞത് കണ്ണിന് ഒരു കുഴപ്പമില്ല, നടന്നാണ് മുന്നോട്ട് വന്നത്, നടന്നാണ് ധ്യാനിക്കാൻ പോകുന്നത്, നടന്നാണ് പൂജയ്ക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് പറയുന്നു കണ്ണിന് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല കാഴ്ചക്കുറവുണ്ടായിരുന്നു എന്നാണ് ഇന്ന് പറയുന്നത്. അന്ന് പറഞ്ഞതൊന്ന്, ഇന്ന് പറയുന്നത് വേറൊന്ന്. ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ് ഈ മഹാ. പണ്ട് എവിടെയോ എന്തോ തട്ടി തഴമ്പ് മുറിവ് അല്ല. ഭാര്യയാണ് ഈ പറയുന്നത്, ഓർക്കണം. ഭർത്താവിൻ്റെ മൂക്കിലൊരു ചതവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പണ്ട് എന്തോ എവിടെയോ തട്ടി, അറിയില്ല. മൂക്കിൽ പറ്റുന്ന മുറിവിന് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കില്ല. അപ്പോൾ ഈ റിപ്പോർട്ടേഴ്സ് ഉറപ്പായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, ആ ചതവ് എങ്ങനെ ഉണ്ടായി, അതേക്കുറിച്ച് ചെകഞ്ഞ് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരതൊക്കെ വിട്ട് കളയാണ്. നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. ഭഗവാന്റെ മുന്നിൽ സത്യം മാത്രമേ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭഗവാൻ ഞങ്ങളെ എപ്പോഴേ കൊന്നേനെ. ശരിക്കും ഭഗവാന് സമയം കിട്ടാഞ്ഞിട്ടാ. സത്യം ഒരുപാട് പേരുടെ കാര്യം നോക്കാണ്ടെന്നേ, അതുകൊണ്ട് നിങ്ങളെ കൊല്ലാനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അമ്മാതിരി കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മഹാദേവാ കാത്തോണേ എന്നെ മാത്രം. കൂലിപ്പണിക്കാരാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ഇഞ്ചുറി ഡീപ്പാണോ ഇഞ്ചുറി കുറച്ചാണോ എന്നല്ല അവിടുത്തെ വിഷയം. ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളതാണ്, അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങളത് അന്വേഷിക്കാത്തത്. അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അപ്പോൾ ആർക്കൊക്കെയോ ഇത് സമാധി തന്നെയാണ്, കുടുംബം പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് ഈ കാണുന്നത്. അങ്ങനെ വരുത്തി തീർത്താൽ മാത്രമേ നാളെ ഗോപൻ സ്വാമി ഒരു ദൈവമായിട്ട് അവരോധിക്കപ്പെടുള്ളൂ. അവിടെ ഒരു അമ്പലം വരുള്ളൂ. അവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രതിഷ്ഠ നടത്താൻ പറ്റുള്ളൂ. ഗോപൻ സ്വാമിയെ നാളെ ആളുകൾ വന്നിട്ട് ആരാധിക്കുകയുള്ളൂ. അങ്ങനെ ആരാധിച്ചാൽ മാത്രമേ ചിക്കിലി ഭണ്ഡാരത്തിൽ വീഴൂ. അങ്ങനെ ചിക്കിലി വീണാൽ മാത്രമേ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, പശുക്കളെ വിറ്റു, ഇപ്പോൾ ജീവിക്കാൻ മാർഗ്ഗമില്ല. മക്കൾ ജോലിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മോനാണ് ഈ പൂജ ചെയ്യുന്നത്, അയാൾ പൂജയുടെ പിന്നാലെ നടക്കുകയാണ്. ഇളയ മോനാണ് ജോലിക്ക് പോകുന്നത്, അയാളുടെ വരുമാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഇവർ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അമ്പലം എങ്ങനെയെങ്കിലും കെട്ടി ഉയർത്തി കൊണ്ടുവരണം. ഇതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില മാനസിക രോഗികളെന്ന് തന്നെ ഞാൻ പറയും, മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വാവിട്ട് കരയുന്ന, കാശ് കൊണ്ടെറിയുന്ന ആളുകളെ മാനസിക രോഗികളെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ പിന്നാലെ ഓടുകയും ചെയ്യും. ദൈവമേ എൻ്റെ അസുഖം മാറ്റണേ, എൻ്റെ അത് മാറ്റണേ, എൻ്റെ ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ കഷ്ടപ്പാട് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കൊണ്ട് എറിയാനും ആൾക്കാരുണ്ടാവും. ശരിക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു സമാധിയുടെ പേരും പറഞ്ഞിട്ട്. ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങൾ ത്യാഗം സഹിച്ചു. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസിനെ കിട്ടും. എന്ത് വരില്ല അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. സത്യം ശിവന്റെ കടയിൽ നിങ്ങൾ എല്ലാം ചോദിക്കുന്നുണ്ട്. സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രം അമ്മച്ചി പിന്നെ എന്ത് പറഞ്ഞാലും ഹിന്ദു ദൈവം, സനാതനധർമ്മം, ഹിന്ദുക്കളുടെ മതവികാരത്തെ അങ്ങോട്ട് ഉണർത്തി വിടുകയാണ്. ഇനി ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ചാൽ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനെതിരാണ്. ഉറപ്പായിട്ടും ഹിന്ദുത്വത്തെ മുറുക്കെ പിടിച്ചിരുന്ന ആൾക്കാർ എൻ്റെ നെഞ്ചത്ത് പൊങ്കലിടാൻ വേണ്ടി ചിലപ്പോൾ വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോക്കകത്ത് ഒരാൾ കമൻറ്റ്, തമാശ കമൻ്റ് ആണോ അതോ സീരിയസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, താങ്കൾ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നും പറഞ്ഞിട്ട്. എന്താണ് മതം? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് മതം. പക്ഷേ ഇവിടെ മതങ്ങൾ എന്താ ചെയ്യുന്നത്? മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇത്തരം കേസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ നേർവഴിക്ക് അന്വേഷിക്കാനോ അല്ലെങ്കിൽ നേർവഴിക്ക് അത് ചോദ്യം ചെയ്യാനോ ആരും തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അത് മൂടി വയ്ക്കപ്പെടുന്നു. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിവേ, ഇവരുടെ നാടകം തുടരട്ടെ. നമുക്ക് അതുവഴി വീണ്ടും വീഡിയോകൾ ചെയ്യാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് മനസ്സുകൊണ്ട്
നിങ്ങളുടെ ഇഷ്ടം തരിക. താങ്ക് യു.